എല്ലാവർക്കും അച്ചക്കല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് സേവയ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സേമിയ. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചെറിയ പീസാക്കി ഒന്ന് എടുക്കാം. കനം കുറഞ്ഞ ഒരു തിന്നായിട്ടുള്ള ഇത് സേമിയാണ്, റോസ്റ്റ് ചെയ്തതാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കതൊന്ന് ഒടിച്ച് ചെറിയ പീസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഒന്നുകൂടി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്ലെയിം അങ്ങ് നന്നായിട്ട് സിമ്മിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് വളരെ തിന്നായതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷമേ ഗ്യാസ് വീണ്ടും ഓണാക്കി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പഞ്ചസാര പൊടി ആയതുകൊണ്ട് ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 കപ്പ് പാല് വേണം, നമുക്ക് ആവശ്യമുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താണ് നമ്മളിതൊന്ന് ഇളക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒന്ന് ചൂട് നന്നായിട്ട് മാറിയിട്ടില്ല. നമുക്ക് ഇത് ഒരു ചെറിയ ബൗളെടുത്ത് നമുക്ക് ഇതിലേക്ക് കോരി വെച്ച് ഒന്ന് ബൗളിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് അതേ ബൗളിൻ്റെ ഷേപ്പിൽ ആയി കിട്ടും. ഇപ്പം നമ്മുടെ കയ്യിൽ ഏത് സൈസിലുള്ള ബൗളായാലും നമുക്ക് അതിൽ എടുത്തു വെച്ച് കോരി വെച്ച് നമുക്കത് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് സ്റ്റീലിൻ്റെ ബൗളായാലും നമുക്ക് അതിൽ തയ്യാറാക്കി എടുക്കാം. ഇനി വലിപ്പമുള്ളതാണെങ്കിൽ ഒരുപാട് വലിപ്പമല്ല, കുറച്ചും കൂടി ഇപ്പം ഞാൻ എടുത്തതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള ബൗളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും കുഴപ്പമില്ല, അതിൽ വെച്ച് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ ഒരു 6 ബൗളാണ് നമ്മളിപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. ഞാനിത് ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇനി ഒരു റബഡിയാണ് തയ്യാറാക്കാനുള്ളത്. ഇത് പാല് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കത് പാല് ഒരു 1/2 ലിറ്റർ പാലുണ്ട്. നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് പാത്രത്തിൻ്റെ അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാല് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. റബഡി തയ്യാറാക്കുന്നത് പാല് തിളപ്പിച്ച് അത് വറ്റിച്ചെടുത്തിട്ടാണ്, അത് തിക്കാക്കി എടുക്കുകയാണ് പാല്. അങ്ങനെ ഇപ്പോൾ 1 ലിറ്റർ പാലുണ്ടെങ്കിൽ നമ്മളത് 1/2 ലിറ്റർ ആക്കി എടുക്കണം. അങ്ങനെയാണ് അത് അങ്ങനെ കുറുക്കി വറ്റിച്ച് എടുത്താണ് റബഡി തയ്യാറാക്കുന്നത്. നമ്മൾ ഈ മധുരത്തിന് ആവശ്യമായി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഇത്രയും ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലും പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പാലിൻ്റെ പാല് ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിലും നമ്മൾ സ്പൂൺ കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് വടിച്ച് ഈ പാത്രത്തിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്ത് ഇത് വറ്റിച്ചെടുക്കുന്നത്. നമ്മൾ കുറച്ച് മിൽക്ക് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും റബഡി ഒരുപാട് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണ്, നമുക്കിപ്പോൾ 1 ലിറ്റർ പാല് വാങ്ങിച്ച് ഇത്രയും വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായി ഞാനിവിടെ കാജു ബദാമും കൂടെ പൊടിച്ചതാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കി എടുത്താൽ മതി. ഇത് പെട്ടെന്ന് നമുക്കത് കുറുക്കി കിട്ടും. ഇപ്പോൾ തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട്. നമ്മളൊരു 1/2 കപ്പ് ആണ് 2 ബദാമും നട്ട്സും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുത്തത്.
ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് റൂം ടെമ്പറേച്ചർ ആവുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. റെവടി തണുപ്പിച്ചാണ് കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് തണുപ്പിച്ചാണ് ഇത് കഴിക്കാറ്. അപ്പോൾ നമുക്കിത് റൂം ടെമ്പറേച്ചർ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഗുലാബ് ജാമുൻ തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ ഗുലാബ് ജാമുൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റിൽ ഇതേപോലെ വാങ്ങാൻ കിട്ടുന്നതാണ്, എല്ലാ മോളുകളിലും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് നമുക്കിതിൻ്റെ ഗുലാബ് ജാമുൻ തയ്യാറാക്കാനുള്ള പൗഡർ നമുക്കിതിലേക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നതിൻ്റെ മെത്തേഡ് എല്ലാം ഈ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നോക്കി തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ഇത് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഇത് കുഴയ്ക്കാനായിട്ട് ഒരു 1/4 കപ്പ് മിൽക്കാണ് ആവശ്യമുള്ളത്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ റൊട്ടിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒരുപാട് പ്രസ് ചെയ്ത് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് ഒരുപാട് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ശകലം നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഞാനിത് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഞാൻ സോഫ്റ്റ് ആക്കി കുഴച്ച് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലാണ് നമുക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണിപ്പോൾ. നമുക്കിനി ഇതിനു വേണ്ടി ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഇനി 1 കപ്പ് ഷുഗർ 1 കപ്പ് വെള്ളവുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് അലിയിച്ച് എടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിയിൽ പഞ്ചസാര പോയി ഇങ്ങനെ അടിഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എല്ലാം ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി കയ്യിലില്ലാത്തവർക്ക് ഏലക്ക പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിന് ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1-2 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ഒട്ടൽ പരുവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗുലാബ് ജാമുൻ്റെ മിക്സ് എടുത്ത് അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇത് ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് വേണം ഇതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും പൊട്ടൽ ഒന്നും വീഴാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് മുകളിൽ നമ്മളിത് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേ രീതിയിൽ വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ. ഇത് റൗണ്ട് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ശകലം നെയ്യ് പുരട്ടിയിട്ട് വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒട്ടും ഇതിൽ പൊട്ടലൊന്നും വരാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. നമ്മൾ എത്രയാണോ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അത്രമാത്രം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും അത് ഷേപ്പ് ചെയ്താൽ മതി. ആ സമയത്ത് എണ്ണ ഒരുപാട് ചൂടാവാതിരിക്കാൻ വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഷേപ്പ് ചെയ്തെടുത്തിട്ട് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ ഗുലാബ് ജാമുൻ്റെ മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് എടുത്ത് അതിൽ നിന്ന് ശകലം ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗുലാബ് ജാമുനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ഇട്ട് കൊടുത്ത് അന്നേരം തന്നെ ഇത് ഫ്രൈ ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ചെന്ന് ഈ നമ്മുടെ പാനിൻ്റെ അടിയിലായിരിക്കും ചെന്നിരിക്കുന്നത്.
അപ്പോൾ ആ ഭാഗം അത് കരിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിത് ഇട്ട് കൊടുക്കുന്നത് പോലെ പതുക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിഭാഗം ഇത് ബ്രൗൺ നിറമായിട്ടുണ്ടായിരിക്കും. ഞാനിത് ഇട്ട് കൊടുത്തപ്പോൾ ഇതിങ്ങനെ കുറച്ച് സ്ലോയിലാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാം അടിഭാഗം ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട്. അതുകൊണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ ഇത് അന്നേരം തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ഇതിങ്ങനെ ഒരു സർക്കിളിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ ഇത് ഇങ്ങനെ നല്ല ബ്രൗൺ നിറമായി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കത് നല്ലൊരു കുറച്ചുകൂടെ നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇത് കോരി മാറ്റിയാൽ മതി. നല്ലൊരു കളറ് നമുക്ക് കിട്ടണം. നല്ല കളറായി വരുന്നുണ്ട്. നമുക്കിത് കോരി ഷുഗർ സിറപ്പിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പും ചൂടായിട്ട് ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഷുഗർ സിറപ്പൊക്കെ ഇത് അബ്സോർവ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചൂടോടെ തന്നെ ഇത് ഇട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിതെല്ലാം ഇതേ രീതിയിൽ ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടെ സമയം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ സെറ്റ് ആവാനായിട്ട് വെച്ചിരുന്ന നമ്മുടെ ബൗളെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. ഇതൊരു സ്പൂണും ഉണ്ടോ ഒരു ചെറിയ കനം കുറഞ്ഞൊരു പിച്ചാത്തി ഉണ്ടോ അങ്ങനെ ഒന്ന് ഇളക്കി സൈഡ് ഒന്ന് വിടിയിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അത് പെട്ടെന്ന് ഇളകി കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുനും റബഡിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് റബഡി 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോ ഗുലാബ് ജാമുനും ഇതിലേക്ക് വെച്ച് സെർവിങ് ചെയ്യാവുന്നതാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഡിഷാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. നേരത്തെ റെഡിയാക്കി വയ്ക്കാവുന്നതാണ്. ഗുലാബ് ജാമുൻ ഐസ്ക്രീമിന്റെ കൂടെയൊക്കെ കഴിക്കാനും വളരെ നല്ലതാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. ഏത് ഫെസ്റ്റിവൽ ആയാലും നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റ്സ് ആണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ദീപാവലിയും ദസറയൊക്കെ വരുവാണ്. എല്ലാവരും തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്വീറ്റ്സിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.